മിനി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കാൻ രേഖകൾ സമർപ്പിക്കണം. അതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പെൻഷൻ ഗുണഭോക്താവിൻ്റെ വരുമാന സർട്ടിഫിക്കറ്റ്, മറ്റ് പ്രധാന രേഖകൾ ആവശ്യപ്പെടുന്ന സമയം കൂടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വീടുകൾ കേന്ദ്രീകരിച്ചുള്ള മസ്റ്ററിങ്ങും വാർഷിക മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികളും ഈ സാമ്പത്തിക വർഷം ഉണ്ടാകും. തീയതികൾ വരും ദിവസങ്ങളിലായി അറിയിക്കും. 1,00,000 രൂപയിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ലെന്ന കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ വാർഷിക വരുമാന രേഖ ഹാജരാക്കുന്നത് മൂലം അനർഹരായവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ തുക ലഭ്യമായ സാഹചര്യത്തിൽ ബജറ്റ് പ്രഖ്യാപനങ്ങളെ തുടർന്നുള്ള സംസ്ഥാനത്തെ ആനുകൂല്യങ്ങൾ അടക്കമുള്ള വിതരണം വിവിധ മേഖലകളിലേക്കുള്ളത് ആരംഭിക്കുന്നു. സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്താണ് മെയ് മാസത്തെ പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്യുന്നത്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിൻ്റെ തിരക്കിട്ട നീക്കം. പെൻഷൻ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് അടക്കം വിവിധ രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. വാർഷിക മസ്റ്ററിംഗ്, വീടുകൾ കേന്ദ്രീകരിച്ചുള്ള സോഷ്യൽ ഓഡിറ്റിംഗ്, ഇതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയിൽ പരാതികൾ സ്വീകരിക്കൽ, അനർഹരായിട്ടുള്ള ആളുകൾക്ക് സ്വയം പെൻഷൻ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതിനുള്ള അവസരം എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മാസം മുതൽ തുടക്കം കുറിക്കുകയാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള തീയതികൾ വരുന്നയാഴ്ച മുതൽ പ്രഖ്യാപിക്കുകയും മെയ് മാസം തന്നെ ഇതിൻ്റെ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. 3 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിൽ 4,800 രൂപയിൽ ആദ്യ ഗഡുവായ 1,600 രൂപയുടെ വിതരണം സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ മേഖലകളിലേക്കായി പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചത് മുതൽക്കുള്ള കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇക്ബർ പോർട്ടൽ വഴി 1,000 കോടി രൂപ കടമെടുത്തിരുന്നു. ഇതിന് പിന്നാലെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും തുക സമാഹരിക്കൽ ആരംഭിച്ചു. വരുന്നയാഴ്ച മുതൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി 3,200 രൂപ വീതം എത്തിച്ചേരും. മറ്റൊരറിയിപ്പ്: കരാർ ദിവസവേതന നിയമനം നടക്കുമ്പോഴും സേവന കാലാവധി കൂട്ടുമ്പോഴും കരാർ ദിവസവേതന നിയമം ഉന്നയിക്കുമ്പോഴും സേവന കാലാവധി കൂട്ടുമ്പോഴും സ്ഥിര നിയമനവാദം ഉന്നയിക്കില്ലെന്ന നിബന്ധന കരാറിൽ ഉൾപ്പെടുത്തണമെന്ന് ധനവകുപ്പ് ഉത്തരവ്. സർക്കാർ അക്കാദമികൾ പോലുള്ള സ്വയംഭരണ സ്ഥാപനത്തിൽ ദിവസവേതനത്തിൽ ജോലി ചെയ്ത് പിന്നീട് സ്ഥിര നിയമനവാദം ഉന്നയിച്ച് നിയമ നടപടികൾ തടയാനാണ് ഈ നിബന്ധന കൊണ്ടുവരുന്നത്. ലഭിച്ചിരിക്കുന്ന തസ്തികയിലോ വകുപ്പിലോ സ്ഥാപനത്തിലോ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ഏതെങ്കിലും വകുപ്പിലോ സ്ഥാപനത്തിലോ സ്ഥിരപ്പെടുത്താൻ യാതൊരു അർഹതയും ഉണ്ടാവില്ലെന്ന് നിബന്ധന കരാറിൽ ഉൾപ്പെടുത്തണമെന്ന് ധനവകുപ്പ് ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.